കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ വെട്ടാൻ കോൺഗ്രസിൽ പടയൊരുക്കം നടക്കുന്നതായി ഒരു റിപ്പോർട്ട് കൂടി വരുന്നു. മത്സരിക്കാൻ നീക്കവുമായി മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ മത്സരിക്കാനുള്ളൊരു താൽപ്പര്യം പ്രകടിപ്പിക്കുകയാണ്. കൊല്ലം സീറ്റിൽ മത്സരിച്ചു കൂടായികയില്ലെന്ന മോഹൻ ശങ്കർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് SNDPയിൽ നിന്ന് ആരുമില്ലെന്നും മോഹൻ ശങ്കർ പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലാണ് എപ്പോഴും രാഷ്ട്രീയവും അതിൻ്റെ ചരിത്രവും വർത്തമാനകാലവും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലത്തെ ഏറ്റവും വലിയൊരു സമുദായ നേതാവും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമുദായ നേതാവും മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ആർ ശങ്കറിൻ്റെ മകൻ ശ്രീ മോഹൻ ശങ്കർ. കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇപ്പോഴും വിരമിക്കണമെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പോഴും അദ്ദേഹം സജീവമാണ്. പക്ഷേ ഇതുവരെ ഒരു അർഹമായ പരിഗണന കോൺഗ്രസ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കോ കൊടുത്തിട്ടുണ്ടോ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പോലും കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് അദ്ദേഹം തന്നെ പറയണം. ഞാനിത് കൂടാതെ KPC വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിനകത്ത് എൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പിലില്ല. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. ഞാൻ എപ്പോഴും കോൺഗ്രസ്സുകാരനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റ് പറ്റിയത് കുറച്ച് സമയം ഞാൻ BJP പോയെന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് ഞാൻ തിരുത്തി പോവുകയാണ്. അപ്പം കൊല്ലത്തെ സംബന്ധിച്ചോളം നമുക്കൊരു ആഗ്രഹമുണ്ട്. ഇവിടുത്തെ അസംബ്ലി ആയാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് എരവൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി, ഈ എരവൂരായാലും കൊല്ലമായാലും കോൺഗ്രസിന് പിടിച്ചെടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ കോൺഗ്രസ്സിലുള്ള സാധാരണ പ്രവർത്തകരെ കോർത്തിണക്കി കൊണ്ടുപോകാൻ കഴിവുള്ള ആളുകൾ കാൻഡിഡേറ്റായിട്ട് വരണം എന്നുള്ളത്. എന്തുകൊണ്ട് മോഹൻ ശങ്കർ ഒരു കാൻഡിഡേറ്റ് ആയിക്കൂടാ? മോഹൻ ശങ്കറിന് കാൻഡിഡേറ്റ് ആയിക്കൂടായിയൊന്നുമില്ല. പക്ഷേ വേണോ വേണ്ടെന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യം, അത് പാർട്ടി നിശ്ചയിക്കട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ ആര് ജയിക്കണം എന്ന്. കിട്ടിയാൽ അങ്ങ് മത്സരിക്കും. അത് അപ്പോഴാലോചിക്കാം, ഇപ്പോൾ ആലോചിക്കണ്ട. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് ആൾക്കാർ ഞാൻ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കണമെന്ന് പറയുന്നവരാണ്. പല കാരണങ്ങൾ കൊണ്ട് ഞാൻ പുറന്നോട്ട് പോകുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. എനിക്ക് അങ്ങനെയുള്ള ഒരു വലിയ സാമ്പത്തികം എടുത്ത് ഇലക്ഷൻ നിൽക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ ആരോടും പോയി കൈനീട്ടി കാശ് വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇലക്ഷന് വേണ്ടി കാശ് വാങ്ങിക്കാൻ ഞാൻ തയ്യാറല്ല. സംശുദ്ധ രാഷ്ട്രീയം കളിക്കുന്നവരെ എല്ലാം ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുവാണല്ലേ? ആകട്ടെ, രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഇറക്കമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയം എടുത്താലും താഴെ അറ്റത്ത് നിൽക്കുക. നമ്മൾ തിരിച്ച് വരണമല്ലോ. വലിയ താമസമില്ലാതെ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ കാണുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ തിരിച്ചുണ്ടാകും. അതിന് വലിയ താമസമൊന്നുമില്ല. അപ്പോൾ അത് വരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ കൊല്ലത്തെ സംബന്ധിച്ചോളം കൊല്ലത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. കൊല്ലം കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം കൊല്ലത്ത് നിന്ന് ആരുമില്ലായിരുന്നു അസംബ്ലിയിലേക്ക് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ. കഴിഞ്ഞ പ്രാവശ്യം അത് 2 പേരായി. ഇപ്രാവശ്യം അത് പ്രതീക്ഷ. ഞാൻ ചോദിക്കട്ടെ, SNDP ഇപ്പം അങ്ങ് SNDPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്, കൊല്ലത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ്. SNDPയുടെ ആവശ്യങ്ങളോട് ഈ കോൺഗ്രസിൻ്റെ ഒരു എങ്ങനെയാണ് അവരുടെ ഒരു അനുഭാവം? അത് ഉണ്ടോ അതോ അത് പുറകോട്ടാണോ? തുറന്നു പറയുകയാണെങ്കിൽ SNDPയുടെ കാര്യങ്ങളിൽ കോൺഗ്രസോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസിന് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിലെ രാഷ്ട്രീയമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിൽപ്പെട്ട നേതാക്കന്മാർ ഒരു പാർട്ടിയിലും ഇല്ല. 1-2 പേരൊക്കെ മോളറ്റത്തുണ്ടാകും. പക്ഷേ താഴെ അറ്റത്തോട്ട് വന്നാൽ ഒരു കുഞ്ഞുമില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഏത് പാർട്ടിയിലെടുത്താലും, ഞാൻ പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, ഏത് പാർട്ടിയിലെടുത്താലും ഈ സ്വന്തം പാർട്ടിയുടെ കാര്യം മറ്റുള്ള പാർട്ടിയെക്കാളും സ്വന്തം പാർട്ടി ആണല്ലോ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. പറയുമ്പോൾ എൻ്റെ പാർട്ടിയും കൂടെ ചേർത്താണല്ലോ പറയുന്നത്. ഇപ്പോൾ സാധാരണ അതിന് ശ്രമിച്ചിട്ടില്ലേ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ പേരെങ്കിലും പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പലപ്പോഴും സാധിക്കാതെ പോകുന്നു. സാധിക്കാന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം സമ്മതിക്കുന്നില്ല. ആ നേതൃത്വമാണോ അതുമായി ബന്ധപ്പെട്ടവരാണോ ആരാണെന്ന് എനിക്കറിയില്ല. ഈ കോൺഗ്രസിലെ പ്രത്യേകത, കാലാകാലങ്ങളിൽ ചില കുമ്പള നമ്മുടെ കൂൺ പൊളിക്കുന്നവരെ പൊളിച്ചു വരുന്ന കുറേ പേരുണ്ട്. അവരെല്ലാം ആണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. ഞാൻ കേട്ടത് ഇവിടുത്തെ പോലീസിനെ വരെ കൺട്രോൾ ചെയ്യുന്ന ചില ആളുകളാണ് കോൺഗ്രസിലുള്ള ചില ആളെന്നാണ് പറയുന്നത്. ഇപ്പോഴും, നേരത്തെ അല്ല ഇപ്പോഴും. അപ്പോൾ ആ ഒരു പരിസ്ഥിതിയൊക്കെ ഉണ്ട് ഇപ്പോഴും. ഞാനതുകൊണ്ട് ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള എനിക്കൊരു ആഗ്രഹം ഇതേ ഉള്ളൂ, കോൺഗ്രസ് ജയിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. മോഹൻ ശങ്കർ അങ്ങനെ മാറ്റിവെക്കപ്പെടേണ്ട ഒരു നേതാവല്ല. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ഈ പറഞ്ഞ കണക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയാത്ത, കോൺഗ്രസ്സിന് തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം വെള്ളാപ്പള്ളി പലപ്പോഴും SNDP ജനറൽ സെക്രട്ടറി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സാണ് ഏറ്റവും കൂടുതൽ ആർ ശങ്കറിനെ അപമാനിച്ചിട്ടുള്ളതും തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നൊരു കുറ്റപ്പെടുത്തൽ പലപ്പോഴും ജനറൽ സെക്രട്ടറി പറയാറുണ്ട്. ശരിയല്ലേ?
അത് സത്യസന്ധമായി പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമല്ല SNDP ശ്രമിച്ചിട്ടുണ്ട്. SNDPയിൽ ഒരു കാലഘട്ടത്തിലുണ്ടായ നേതാക്കന്മാർ പലരും അതിന് ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ അവർക്ക് അത് അവരുടെ ലക്ഷ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുമുണ്ട്. അത് വേറൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് അതല്ല. നമുക്കിപ്പം എനിക്ക് എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലത്തും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്ന് കോൺഗ്രസ്സിന് വന്ന് കോൺഗ്രസ് KPC പ്രസിഡൻ്റായി. ഈ സമയത്ത് രണ്ടും കോൺഗ്രസും SNDPയും രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലായിരുന്നു. ഒരിക്കലും രാഷ്ട്രീയവും സമുദായവും കൂടെ മിക്സ് ചെയ്തിട്ടില്ല. അതുണ്ടാകരുതെന്നുള്ള ആഗ്രഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എൻ്റെ സമുദായവും എൻ്റെ പാർട്ടിയും രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിലായിരിക്കും. സഹായിക്കാൻ ഒക്കുന്ന ആൾക്കാരെ ഏത് രീതിയിലുള്ളവരായാലും ഏത് സമുദായത്തിൽ നിന്നായാലും അവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ പുറത്തും പോരാടും അകത്തും പോരാടും. തീർച്ചയായിട്ടും. അപ്പോൾ പോരാട്ടത്തിൻ്റെ നാൾ വഴികളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട R. ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കർ. നേരത്തെ അദ്ദേഹം ഒരു കാര്യം കൃത്യമായി പറഞ്ഞു, സീറ്റ് കിട്ടിയാൽ അപ്പോൾ ആലോചിക്കും. അതുകൊണ്ട് സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും തീരുമാനിച്ച് മോഹൻ ശങ്കറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.